ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഒപ്പം തന്നെ നല്ലൊരു അടിപൊളി ദിനാശംസിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഒരു പഞ്ഞി പോലെ സോഫ്റ്റായ വെള്ളയപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. വെള്ളയപ്പെന്നും പാലപ്പെന്നും ഒക്കെ പറയുന്ന ഇതിൻ്റെ ആ ഒരു റെസിപ്പി വളരെ ടേസ്റ്റിയാണ്. ചൂട്ടോടുകൂടി കഴിക്കുമ്പോൾ നമുക്കിത് ക്രിസ്പിയാണ് കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ പഞ്ഞി പോലെ സോഫ്റ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 ടൈപ്പിൽ വെള്ളയപ്പം ഉണ്ടാക്കാറുണ്ട്. അതിലൊരു ടൈപ്പ് ഇങ്ങനെയാണ്. ഇത് എന്താ പറയുക, ഇത് നമ്മൾ 2 കപ്പ് പച്ചരി എടുത്ത് കുതിർക്കാൻ വെക്കുക. അത് കഴിഞ്ഞ് നൈറ്റിൽ നമ്മളിത് എടുത്ത് ഊറ്റി എന്താ പറയുക, അതിലേക്ക് ചെറിയ തണുവ് വിട്ടിട്ട് ചെറിയ ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ട്, ആവശ്യത്തിന് വെള്ളം, ഒരു നകക്ക വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് അരമുറി തേങ്ങ ചിരുകിയതും, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സിങ് നല്ല കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് എല്ലാവരുടെയും എല്ലാം കൂടി എന്താ പറയുക, നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തിട്ട് അതിന് മിക്സിയിലിട്ടിട്ട് നന്നായി ഫൈനായിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല തരിയൊന്നുമില്ല, നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളതവിടെ വെക്കും. പിറ്റേ ദിവസം മോർണിംഗിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടാവും. നല്ലതായിട്ട് പൊങ്ങി നല്ലൊരു സോഫ്റ്റ് ഇതിൽ വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാമെന്ന് തോന്നുന്നില്ലേ. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ അപ്പച്ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് എന്താ പറയുക, ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണമെന്ന് വെച്ചാൽ ഉപ്പ് ആ സമയത്ത് ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ നോക്കിയപ്പോൾ അതിൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാനിത് ചെയ്ത് കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട് അതിലൊന്നും കൂടി നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് ഒരു പാൻ, നമ്മുടെ വെള്ളയപ്പം ഇത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളയപ്പം എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചിട്ട് നന്നായി ചിറ്റിച്ചെടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇത് നല്ല മുരിഞ്ഞിട്ടാണ് നമുക്കിത് എടുക്കുക. നല്ല മുരിഞ്ഞിട്ട് ക്രിസ്പിയാണ് ഈ സമയത്ത് ചൂട്ടോടെ കഴിക്കുമ്പോൾ. ഓക്കെ, അരികൊക്കെ ഇങ്ങനെ മുരിഞ്ഞിരിക്കും. ഇത് കുറച്ച് കഴിഞ്ഞ് നല്ല എന്താ പറയുക, ചൂടൊക്കെ പോയി കഴിയുമ്പോൾ ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളയപ്പമാണ് കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടത്. അത്രയും സോഫ്റ്റാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെയോ കുറുമക്കറിയുടെ കൂടെയോ ഒക്കെ, ചിക്കൻ കുറുമയൊക്കെ സൂപ്പറാണ് കേട്ടോ. ഞങ്ങളിവിടെ എപ്പോഴും ഉണ്ടാക്കുന്നത് ചിക്കൻ കുറുമയാണ്. അപ്പോൾ ചിക്കൻ കുറുമയുടെ കൂടെ ഒക്കെ കഴിക്കുക. ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വളരെ ഇത് പാലൊഴിച്ച് കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഒരിക്കൽ ഇതുപോലെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിയപ്പോൾ പാലൊഴിച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടെ സൂപ്പറാണ്. എന്ത് കറിയുടെ കൂടെയാണ് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.